പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അല്പസമയം ശാന്തമായി ഇരിക്കാം. നമ്മുടെ മനസ്സിൽ പല ഭാരങ്ങളും ഉണ്ടാകാം, പറയാൻ കഴിയാത്ത വേദനകളുണ്ടാകാം, നാളെയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടാകാം, കുടുംബത്തെക്കുറിച്ചുള്ള ഭയങ്ങളുണ്ടാകാം. ഇപ്പോൾ അവയെല്ലാം കൃപാസനം അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് മനസ്സിൽ പറയുക, ഈശോയെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ കരം പിടിച്ച് എന്നെ ഈ പ്രാർത്ഥനയിലൂടെ നയിക്കണമേ. ഇന്ന് ഈ ജപമാലയിൽ നമ്മൾ വാക്കുകൾ മാത്രം ചൊല്ലുകയല്ല, ഓരോ മണിയോടും ചേർത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാരവും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു നിയോഗം ഓർക്കുക. ആരോഗ്യത്തിനായിരിക്കാം, കുടുംബ സമാധാനത്തിനായിരിക്കാം, മക്കൾക്കായിരിക്കാം, ജോലിക്കായിരിക്കാം, കടബാധ്യതകളിൽ നിന്നുള്ള മോചനത്തിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരോടും പറയാൻ കഴിയാത്ത ഒരു വേദന ആയിരിക്കാം. ഏത് നിയോഗമായാലും ആ ആവശ്യം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അമ്മേ, ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ പുത്രനായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൊണ്ടുപോകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞുവെന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇനി ഒന്നും മാറില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, എൻ്റെ കുടുംബത്തിലെ ഈ പ്രശ്നം ഒരിക്കലും അവസാനിക്കില്ല എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകാം. പക്ഷേ ദൈവത്തിൻ്റെ വഴി നമ്മുടെ കണക്കുകൂട്ടലേക്കാൾ വലുതാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത സംഭവങ്ങളുണ്ടായി. എങ്കിലും അമ്മ ദൈവത്തോട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. എപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഭയത്തെ വിശ്വാസമാക്കി മാറ്റണമേ. എൻ്റെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റണമേ. പരിശുദ്ധാമ്മേ, വിശ്വസിക്കുവാൻ പ്രയാസമുള്ള സമയത്തും ദൈവത്തിൽ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. നമ്മുടെ മുഴുവൻ നിയോഗങ്ങളും ഈ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ വീടുകളെ ഓർക്കാം. ഒരേ വീട്ടിൽ താമസിച്ചിട്ടും പരസ്പരം സംസാരിക്കാത്തവർ ഉണ്ടാകാം. ഭർത്താവും ഭാര്യയും തമ്മിൽ അകലമുണ്ടായിരിക്കാം. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് കണ്ണീരുണ്ടാകാം. സഹോദരങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം. ചില വീടുകളിൽ രോഗത്തിൻ്റെ വേദന, ചില വീടുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചില വീടുകളിൽ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ. ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ വാതിൽ പരിശുദ്ധ അമ്മയ്ക്കായി തുറക്കാം. കൃപാസനം അമ്മേ, എൻ്റെ വീട്ടിലേക്ക് വരണമേ എന്ന ഉള്ളിൽ പറയുക. ഞങ്ങളുടെ വീട്ടിലെ സംസാരത്തിൽ സ്നേഹം നിറയ്ക്കണമേ. ക്ഷമിക്കുവാൻ കഴിയാത്ത ഹൃദയങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. അകന്നുപോയ കുടുംബാംഗങ്ങളെ വീണ്ടും സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. മക്കൾ തെറ്റായ വഴികളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണമേ. വീടിനു വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ പരിശുദ്ധ മാതാവേ, ഈ നിമിഷം ആശ്വസിപ്പിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളുടെ വീടിൻ്റെ കേന്ദ്രം അങ്ങായിരിക്കണമേ.
ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ മാതാവേ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഈ നിമിഷം നമുക്ക് രോഗത്താൽ വിഷമിക്കുന്നവരെ, വേദനിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ശരീരത്തിലും മനസ്സിലും വേദന അനുഭവിക്കുന്നവരെ ഓർക്കാം. ആശുപത്രികളിൽ കഴിയുന്നവരെ ഓർക്കാം. പരിശോധനാ ഫലം കാത്തിരിക്കുന്നവരെ ഓർക്കാം. ചികിത്സയിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. ദീർഘകാല രോഗങ്ങളാൽ ക്ഷീണിച്ചവരെ ഓർക്കുക. രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാതെ വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവർക്കൊപ്പം നിൽക്കുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, ഈ നിമിഷം വേദനിക്കുന്ന ഓരോ വ്യക്തിയുടെയും അരികിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഭയപ്പെടുന്ന മനസ്സുകൾക്ക് ധൈര്യം നൽകണമേ. ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. രോഗികൾക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ലഭിക്കുവാനുള്ള വഴികൾ തുറക്കണമേ. വേദന സഹിക്കാൻ ശക്തി നൽകണമേ. ഒറ്റപ്പെടലിൽ കഴിയുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാമ്മേ, രോഗത്തിൻ്റെ സമയത്ത് സ്വന്തം മകൻ്റെ കുരിശിനരികിൽ നിന്ന അമ്മേ, വേദനിക്കുന്ന മക്കളുടെ അരികിൽ നിൽക്കണമേ. അവരുടെ കണ്ണുനീർ കാണണമേ. അവരുടെ പ്രാർത്ഥന നിന്റെ പുത്രൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമേ. രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും പരിശുദ്ധ മാതാവേ സഹായമായി കൂട്ടുണ്ടാകണമേ. പ്രിയമുള്ളവരെ, നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യതകൾ, ജോലിയില്ലായ്മ, ബിസിനസ്സിലെ നഷ്ടങ്ങൾ, വീട്ടുചെലവുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥ, മക്കളുടെ പഠന ചെലവ്, വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത അവസ്ഥ, വായ്പ അടവുകൾ, ചികിത്സാ ചെലവുകൾ, വിദേശത്ത് ജോലി അന്വേഷിച്ച് കാത്തിരിക്കുന്നവർ, ഇന്റർവ്യൂ കഴിഞ്ഞ് മറുപടിക്കായി കാത്തിരിക്കുന്നവർ, ഇവരെല്ലാം ദൈവസന്നിധിയിൽ കൃപാസനം അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കണമേ. കടബാധ്യതയിൽ കഴിയുന്നവർക്ക് ഉത്തരവാദിത്വത്തോടെ അവയിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴികൾ തെളിക്കണമേ. തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും കാണുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിന്റെ പുത്രൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഇപ്പോൾ കുറച്ച് സമയം നിശബ്ദരാകാം. ഇന്ന് നാം ഈ പ്രാർത്ഥിച്ച നമ്മുടെ മുഴുവൻ നിയോഗങ്ങളും അമ്മ ഏറ്റെടുക്കും. ഇന്ന് ഇവിടെ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന മുഴുവൻ നിയോഗങ്ങളും ഓർക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധാമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു. അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. അതിനെ ദൈവത്തിൻ്റെ കൈകളിൽ വെച്ചിരിക്കുകയാണ്. മനസ്സിൽ പറയുക, കർത്താവേ, എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. പരിശുദ്ധാമ്മേ, കൃപാസനം അമ്മേ, ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗവും സ്വീകരിക്കണമേ. ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനത്തിനായി കരഞ്ഞവരെ ആശ്വസിപ്പിക്കണമേ. ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. സാമ്പത്തിക ഭാരങ്ങൾ വഹിക്കുന്നവർക്ക് ശരിയായ വഴികൾ തുറക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് ധൈര്യം നൽകണമേ. ഒറ്റപ്പെട്ടവരുടെ കൂട്ടായിരിക്കണമേ. കരയുന്നവരുടെ കണ്ണീർ തുടയ്ക്കണമേ. പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലാത്തവർക്ക് വേണ്ടി അമ്മേ നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ വീടുകളിലേക്ക് സമാധാനം കൊണ്ടുവരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ. സമാപന പ്രാർത്ഥന. കരുണയുടെ മാതാവേ, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങേപ്പക്കൽ നെടുവീർപ്പിടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ.
ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകുക. പ്രാർത്ഥന അവസാനിച്ചാലും വിശ്വാസം അവസാനിക്കുന്നില്ല. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മോടൊപ്പം നടക്കട്ടെ. ഈശോ നമ്മുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.